ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അരിപ്പൊടിയും കുറച്ച് തേങ്ങയൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ തലേ ദിവസമൊക്കെ മാവ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വളരെ കുറഞ്ഞ ചേരുവ കൊണ്ട് ഇതുപോലെ നല്ല പതഞ്ഞ് പൊങ്ങിയ മാവൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് തയ്യാറാക്കുന്നതെങ്കിൽ രാവിലെ മാവൊക്കെ ഇത് റെഡിയാക്കി വെച്ചതിൻ്റെ ശേഷം ഇതിലേക്കുള്ള കറിയൊക്കെ നമ്മൾ റെഡിയാക്കുമ്പോഴേക്കും മാവ് നമുക്ക് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു മാവ് നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന അരിപ്പൊടി നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി വേണം കേട്ടോ എടുക്കാനും. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ പത്തിരിക്ക് അതുപോലെ തന്നെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അത് വേണം എടുക്കാൻ. അപ്പോൾ ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 1 കപ്പ് അളവിലാണ് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അതിനനുസരിച്ച് എടുക്കുക. അതുപോലെ തന്നെ ആ 1 കപ്പിന് 3/4 കപ്പോളം തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 കപ്പ് ചോറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചോറിന് പകരം അവിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ചോറ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുന്നെങ്കിലും വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഞാൻ ഏകദേശം ഒരു 2.25 കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം നമ്മൾ എടുക്കുമ്പോൾ അരിപ്പൊടി എടുത്ത അതേ കപ്പിന് തന്നെ വെള്ളം അളന്നെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഒരുപാട് വെള്ളമായിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു മാവിൻ്റെ ആ ഒരു പരുവം കിട്ടൂല കേട്ടോ, കറക്റ്റായിട്ട് കിട്ടൂല. നമ്മൾ അരി അരച്ചിട്ട് ഉണ്ടാക്കുന്ന അപ്പത്തിനേക്കായി നല്ല സോഫ്റ്റായിട്ട് തന്നെ ഇതുപോലെ തയ്യാറാക്കി കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റുമാണ്. ഒട്ടും ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളം ഞാനിവിടെ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് കേട്ടോ നമുക്ക് കിട്ടേണ്ടത്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂണോളം റവ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. അപ്പോൾ റവയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ, 1 ടീസ്പൂണോളം. ഇനി നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കേണ്ടത് കൊണ്ടാണ് ഇതുപോലെ ഈസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു വലിയ ടീസ്പൂണാണ്, അപ്പോൾ അതിനൊരു 1/2 ടീസ്പൂണാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ 2 ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് ചെറിയൊരു മധുരം ഉണ്ടാവും. നിങ്ങൾക്ക് 1 ടീസ്പൂൺ മതിയെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. ഇപ്പോൾ അതാ ഞാനിവിടെ നല്ലപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു മാവ് നമുക്ക് 1 മണിക്കൂർ കൊണ്ട് തന്നെ നല്ലപോലെ പൊങ്ങി സെറ്റായിട്ട് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് 1/2 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് 3-4 മണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം ഉണ്ടെങ്കിൽ 1/2 ടീസ്പൂണൊന്നും ചേർത്ത് കൊടുക്കണ്ട, ഒരു 1/4 ടീസ്പൂണോളം ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം 1 മിനിറ്റോളം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. നല്ലപോലെ ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോഴേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് മാവൊക്കെ നല്ലപോലെ പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഇതെന്തായാലും ചെയ്യണം, സ്കിപ്പ് ചെയ്യരുത്. 1 മിനിറ്റ് എന്തായാലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. കൈ കൊണ്ടൊന്നും നമ്മൾ ഇളക്കി യോജിപ്പിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. തവി വെച്ചിട്ട് തന്നെ ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഇത് നമ്മൾ തയ്യാറാക്കിയതിൻ്റെ ശേഷം 1 മണിക്കൂറെങ്കിലും മിനിമം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ തണുത്ത കാലാവസ്ഥയൊക്കെ ആയത് കാരണം പെട്ടെന്ന് പൊങ്ങി വരുന്നില്ല. അപ്പോൾ ചിലപ്പോൾ 1 മണിക്കൂർ കൊണ്ട് പൊങ്ങി വരും, ചിലപ്പോൾ 1 മണിക്കൂറിൽ കൂടുതലായിട്ട് നമ്മൾ വെക്കേണ്ടി വരും. അപ്പോൾ ഞാനിവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് 1 മണിക്കൂർ സമയം കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്ക് മാവ് നല്ലപോലെ പൊങ്ങി സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതാ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കുക, ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഏകദേശം ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മാവ് തുറന്ന് നോക്കി. അപ്പോൾ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല മാവൊക്കെ ഒന്ന് പതഞ്ഞ് പൊങ്ങി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാവിന് പുളിയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ 1 മണിക്കൂർ മാത്രമാണ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. 4-5 മണിക്കൂറൊക്കെ വെച്ചിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ചെറുതായിട്ടൊരു പുളി ഉണ്ടാവും. ഇനി ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക കേട്ടോ. ഒരുപാട് ഇളക്കരുത്. ഒരുപാട് ഇളക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു ബബിൾസൊക്കെ താഴ്ന്നു പോകും. അപ്പോൾ മെല്ലെ ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് അപ്പം ചുട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ കുഴിയുള്ള ചട്ടിയിലാണ് കേട്ടോ അപ്പം ചുട്ടെടുക്കുന്നത്. അപ്പോൾ നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ മാവ് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ അടച്ചു കൊടുക്കരുത് കേട്ടോ. ചെറിയ രീതിയിൽ ഹോൾസൊക്കെ വരുമ്പോൾ അടച്ചു കൊടുക്കുക. ഇപ്പോൾ ചെറിയ രീതിയിൽ ഹോൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരുപാട് സമയം എടുക്കില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ അപ്പം ഇവിടെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. അപ്പോൾ നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇത് നമുക്ക് വേണമെങ്കിൽ പാലപ്പം ഉണ്ടാക്കിയെടുക്കുമല്ലോ, കുറച്ച് ഒഴിച്ചിട്ട് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുമല്ലോ, അങ്ങനെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനേക്കാളും കൂടുതലായിട്ട് ടേസ്റ്റും പിന്നെ അതുപോലെ തന്നെ കാണാനൊരു ഭംഗിയും ഇതേപോലെ തയ്യാറാക്കിയെടുക്കുമ്പോഴാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ അപ്പം തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് കുക്കായി വരുന്ന സമയത്ത് നല്ല പഞ്ഞി പോലെ ഇരിക്കും കേട്ടോ അപ്പം. ഇനി ഇതുപോലത്തെ ചട്ടി ഇല്ലെങ്കിൽ സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ തവയാണെങ്കിലും കുഴപ്പമില്ല, അതിലും തയ്യാറാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ കടലക്കറി അതുപോലെ തന്നെ മുട്ടക്കറി ഏത് കറി വേണമെങ്കിലും ഈ ഒരു അപ്പത്തേക്ക് ചേർക്കാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കറി ഇല്ലാതെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ അരിപ്പൊടി വെച്ചിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു തവണ എന്തായാലും ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോഴാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ഇതാ ഞാനിവിടെ അപ്പമൊക്കെ മുഴുവനായിട്ടും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അപ്പം ഞാൻ ഒരുപാട് ക്രിസ്പി ആക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡ് വശമൊക്കെ നല്ലപോലെ ക്രിസ്പി ആക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സമയം വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നല്ലപോലെ ക്രിസ്പി ആയിട്ട് കിട്ടും. അങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അരിപ്പൊടി കൊണ്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുത്തിട്ടുള്ള അപ്പത്തിൻ്റെ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.